2026 സെപ്റ്റംബർ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. മകം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. ദാമ്പത്യപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സമയമാണ്. വഴക്കും ബഹളവും ഒക്കെ തീർന്ന് യോജിപ്പിലെത്താൻ സാധിക്കുന്നു. ആരെങ്കിലും ദമ്പതിമാർ തമ്മിൽ പിണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവര് യോജിപ്പിലെത്തേണ്ട ഒരു സമയമാണ്. ശ്രമിച്ചാൽ അത് നടക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപവാദങ്ങൾ നിങ്ങളെ കുറിച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ മകം നക്ഷത്രക്കാർക്ക് ചിലർക്ക് ഈ സമയം പ്രവാസി ജീവിതമാണ് കാണുന്നത്. അതുപോലെ ഒരു പരിധി വരെ ധനനഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. അഷ്ടമശനിയുടെ എല്ലാ ദോഷവും മാറിക്കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ബന്ധുവിന്റെ അസുഖം ഭേദമാകുന്നു. മരണത്തിൽ നിന്നും ആ ബന്ധു രക്ഷപ്പെടാൻ സാധിക്കുന്നു. അത് ICയിലോ MICയിലോ ഒക്കെ ആണെങ്കിൽ അവർ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുന്നു. ഈശ്വരാധീന കുറവുണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. അതായത് ദൈവിക കടാക്ഷം ലഭിക്കുന്നു. ശത്രുശല്യം ഒരു പരിധി വരെ കുറയുന്നു. രോഗാരിഷ്ടതകൾ ഉണ്ടെങ്കിലും അതും സുഖം പ്രാപിക്കാൻ സാധിക്കുന്നു. കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള കാലതാമസം ഒഴിവാക്കി കിട്ടുന്നു. സൽകർമ്മങ്ങളൊന്നും ഫലിക്കാതിരുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് മാറി എല്ലാത്തിനും ഒരു ദൈവാധീനം ഉണ്ടാകുന്നു. അതിനാൽ പ്രാർത്ഥനകളും പൂജകളും മുടക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ചെറിയൊരു സാധ്യത കാണുന്നുണ്ട്. ജനപ്രതിനിധികളാണ് നിങ്ങളെങ്കിൽ ഈ കിട്ടിയ അധികാരം നിങ്ങൾ ഒരുപക്ഷെ ത്യജിക്കേണ്ടതായിട്ട് വന്നേക്കാം. അത് ശത്രുക്കളുടെ ഇടപെടൽ മൂലമോ അസൂയാലുക്കളുടെ ഒരു ഇടപെടൽ മൂലമോ അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമോ നിങ്ങൾക്ക് ആ ഒരു കിട്ടിയ പദവി നിങ്ങൾ രാജിവെക്കേണ്ടതായിട്ട് ഒരുപക്ഷെ വന്നേക്കാം. ബന്ധുക്കളോട് കലഹം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനാൽ ശ്രദ്ധിച്ചു വേണം ബന്ധുക്കളോട് നമ്മൾ ഇടപെടുവാനായിട്ട്. ആരോടും സംസാരിച്ചാലും വാക്കുകൾ വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാനായിട്ട്. അത് മറ്റുള്ളവർക്ക് മുറിവ് വരുമോ എന്ന് ശ്രദ്ധിക്കുക. ജോലി സ്ഥലത്തായിരുന്നാലും വളരെ സൗമ്യതമായിട്ട് വേണം നിങ്ങൾ സംസാരിക്കാനായിട്ട്. കുറച്ചൊക്കെ ആത്മസംയമനം പാലിക്കേണ്ടതാണ്. എടുത്തു ചാടി നിങ്ങളുടെ മേലധികാരികൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് പെട്ടെന്ന് റിസഗ്നേഷൻ ഒന്നും കൊടുക്കരുത്. കുറച്ചൊക്കെ ഒരു ക്ഷമ പാലിക്കരുത്. സമയത്തിന്റെ ദോഷമാണ്, അല്ലാണ്ട് മേലധികാരികളുടെ ദോഷങ്ങളൊന്നും അല്ല. പ്രാർത്ഥനകളും പൂജകളും ഒരിക്കലും മുടക്കരുത്. അത് നിങ്ങൾ പ്രാർത്ഥിച്ച് പൂജിച്ചൊക്കെ പോവുക. അതുകൊണ്ട് ഈ കാലഘട്ടം കഴിയുമ്പോൾ അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി മകം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങൾ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 5 വയസ്സ് വരെയുള്ള മകം നക്ഷത്രക്കാർക്ക് വളരെ മോശമായിട്ടുള്ള ഒരു സമയമാണ് ചില കുട്ടികൾക്കുള്ളത്. രോഗവും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ മാറിക്കിട്ടും ക്രമേണ. യന്ത്രങ്ങളിൽ നിന്നും ചില അപകടം വരാൻ സാധ്യതയുള്ളതിനാൽ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയം സ്വന്തം സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അത് അച്ഛനും അമ്മയും എല്ലാവരും സഹിതമായിരിക്കും മാറുന്നത്. ബന്ധുമിത്രാദികളുടെ സഹകരണം ഈ സമയം വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഒരു ചെറിയ സർജറി വേണ്ടി വന്നേക്കാം. വിദ്യാഭ്യാസത്തിന് ആദ്യം വലിയ തടസ്സങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും പിന്നെ കുറച്ച് ചിലപ്പോൾ ഇത്തിരി വൈകിയായിരിക്കും അവർ എത്തേണ്ട സ്കൂളിൽ എത്തി പഠിക്കാനായിട്ട് അവർക്ക് സാധിക്കുക. അതുകൊണ്ട് ചിലപ്പോൾ 1-2 വർഷത്തെ ഒരു താമസം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. എല്ലാവർക്കുമല്ല, ചിലർക്കാണ്. 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള മകം നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ല സമയമാണെന്ന് ഇവിടെയും പറയാൻ പറ്റില്ല. ചെറിയൊരു നല്ല സമയമാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം രോഗങ്ങൾ അടിക്കടി അവരെ അലട്ടിക്കൊണ്ടിരിക്കാം. പല രോഗങ്ങൾ വരികയും ആശുപത്രിയിലൊക്കെ കിടത്തി ചികിത്സ വേണ്ടി വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ജീവിതം ഒരു പരീക്ഷണം പോലെ തോന്നിക്കുന്ന ഒരു സമയവും കൂടിയാണിത്. വിദ്യാഭ്യാസത്തിന് പല തടസ്സങ്ങളും വരുമെങ്കിൽ തന്നെയും അല്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താമസിച്ചാണെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം നേടാനുള്ള യോഗം ഇവർക്ക് ജാതകത്തിൽ കാണുന്നുണ്ട്. എവിടെയും ഭാഗ്യത്തിന്റെ ഒരു ആനുകൂല്യം ഇവർക്ക് കടന്നു കിട്ടുന്നതാണ്. എവിടെയും ഒരു അന്ത്യനിമിഷത്തിലായിരുന്നാലും ആ ഭാഗ്യം അവരെ തേടിയെത്തുന്നതാണ്. ചെറിയൊരു സർജറി ഈ സമയം വേണ്ടി വന്നേക്കാം. മികച്ച ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് ഇവർക്ക് യോഗമുണ്ട്. ആ ഒരു ഇതിന്റെ അധികാരിയായി വരുന്നതിനും അവർക്ക് യോഗമുണ്ട്. അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലും സാഹിത്യ രംഗങ്ങളിലൊക്കെ ഇവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇവർക്ക് ഒരു ഭാഗ്യമുണ്ട്. അതുമൂലം പല സമ്മാനങ്ങളും നേട്ടങ്ങളും അവർക്ക് ലഭിക്കുന്നു. 25 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള ഇവരുടെ മകം നക്ഷത്രക്കാരുടെ കാലത്ത് ആ പ്രായത്തിൽ അവർക്ക് സർക്കാർ മുതലായ സ്ഥാപനങ്ങളിൽ നിന്നും ചില പ്രതികൂല നടപടികൾ ആദ്യമൊക്കെ ഉണ്ടാകാം. എങ്കിലും പിന്നീട് അതെല്ലാം മാറിക്കിട്ടി തടസ്സങ്ങളെല്ലാം മാറുകയും അവർക്ക് ജീവിതത്തിൽ വളരെയധികം പുരോഗതി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിലർക്ക് ഈ സമയം ജോലി തേടി വിദേശത്തേക്ക് പോകുന്നതിനും അവിടെ സ്ഥിരതാമസമാക്കുന്നതിനും ഒക്കെ ഒരു യോഗം കാണുന്നുണ്ട്.
ചിലർക്ക് ഈ സമയം വിവാഹം കഴിക്കുന്നതിനും സന്താനം ഉണ്ടാകുന്നതിനും യോഗം കാണുന്നുണ്ട്. ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും മരണപ്പെടുന്നതിന് ഒരു സാധ്യത ഈ സമയം ഇവർക്ക് കാണുന്നുണ്ട്. അതുപോലെ ചിലർക്ക് ഈ സമയം ഇത്തിരി മുറിവ്, ചതവ്, ഒടിവൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാലഘട്ടത്ത് യാത്രയൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഈ സമയം ചില കേസുകൾ ഉണ്ടെങ്കിൽ അതിനെ പരാജയം വരാം. വീട് പണി നടത്തുന്നതിനും പാല് കാച്ചി പുതിയ വീട്ടിൽ താമസിക്കുന്നതിനൊക്കെ ഇവർക്ക് യോഗം കാണുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു ഗുണദോഷ സമ്മിശ്രമായ ഒരു രീതിയിലാണ് ഈ കാലഘട്ടത്തിൽ ഇവർക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. എങ്കിൽ തന്നെയും ഭയക്കേണ്ടതില്ല. ജീവിതത്തിലെ വളരെ നേട്ടങ്ങൾ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. 31 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള മകൻ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചിലർക്ക് ഒരു പരിധി വരെ അതെല്ലാം സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ചില ഒട്ടും പരിഹരിക്കാൻ പറ്റാത്തതിനാൽ അത് ബന്ധം വേർപിരിയുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടുന്നതിന് ഉള്ള ഒരു യോഗമാണ് ഈ സമയം. എങ്കിലും ക്രമേണ അവർക്ക് പരിശ്രമത്തിലൂടെ ഉയർച്ചയിലേക്ക് എത്തുന്നതിന് അവർക്ക് സാധിക്കുന്നു. അവിടെയും അവർക്കൊരു ഈശ്വരാധീനം അവർക്ക് ലഭിക്കുന്ന സമയമാണ്. തൊഴിലിൽ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകാം. മറ്റുള്ളവരിൽ നിന്നും ഇവർക്ക് ബഹുമാനം, ആദരവ് ഒക്കെ ലഭിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് രണ്ടാമത് ഒരു വിവാഹം കഴിക്കാനും കൂടിയുള്ള ഒരു സമയമാണ് കാണുന്നത്. വീട്, വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനും ഈ സമയം അവർക്ക് ഒരു യോഗം കാണുന്നുണ്ട്. പല വിലപിടിച്ച സമ്മാനങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ സമയത്ത്. നാൽക്കാലികളെ വളർത്തി അവരെ ഉപജീവനം കഴിക്കുന്ന ആൾക്കാർക്ക് അവർക്കും നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അവാർഡുകൾ ലഭിക്കുന്നതിനും അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ ഒക്കെ അംഗീകാരം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അധികാര സ്ഥാപനങ്ങളിൽ നിന്നും അവർക്ക് ഒന്നീ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നൊക്കെ ചില അനുകൂലമായ നേട്ടങ്ങളും അവർക്ക് ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. 41 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള മകൻ നക്ഷത്രക്കാർക്ക് അവർക്ക് ഇതിൽ ചില ആൾക്കാർക്ക് നേതൃത്വ സ്ഥാനത്തേക്ക് വരികയും അധികാരമുള്ള പദവികൾ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. പൊതുജന പ്രവർത്തകർക്ക് ആണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ കിട്ടുക. അതല്ലെങ്കിൽ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലുള്ളവർക്കും വളരെയധികം നേട്ടങ്ങൾ ഈ സമയം കിട്ടി അവർക്കൊരു ജനപ്രതിനിധിയായിട്ടൊക്കെ വരാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായും വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. വീട്, വാഹനം എന്നിവ ഈ സമയത്തും അവർക്ക് സ്വന്തമാകാനായിട്ട് യോഗം കാണുന്നുണ്ട്. ഈ സമയം അവർക്ക് ചില വൈദ്യസഹായങ്ങളൊക്കെ വേണ്ടി വന്നേക്കാം. എങ്കിലും അതൊന്നും തക്ക ചികിത്സ ലഭിക്കുന്നതിനാൽ അതെല്ലാം ഭേദമാകുന്നതാണ്. ചിലർക്ക് ഒരു ചെറിയ സർജറി വേണ്ടി വന്നേക്കാം. കൂടുതലും വയർ സംബന്ധിച്ച ഒരു സർജറിയാണ് കാണുന്നത്. പിതൃസ്ഥാനീയർക്ക് വിയോഗം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ബന്ധുഗുണം ഇവർക്ക് അവിടെയും ലഭ്യമാകാം. ആരോഗ്യം ഒരുവിധം തൃപ്തികരമായിരിക്കും. ഈ സമയം അന്യദേശവാസമാണ് മിക്ക മകൻ നക്ഷത്രക്കാർക്കും കാണുന്നത്. 48 വയസ്സ് മുതൽ 66 വയസ്സ് വരെയുള്ള മകൻ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്തുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ്. ജോലിയിൽ അധ്വാനം, ഉത്തരവാദിത്വം ഒക്കെ കൂടിയിരിക്കുമ്പോൾ തന്നെയും അതുപോലെ തന്നെ അവർക്ക് ധനനേട്ടം ഉണ്ടാകുന്നതാണ്. ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള പാണ്ഡിത്യ നിമിത്തം അവാർഡ് ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ചിന്തിച്ച് ആലോചിച്ച് ബുദ്ധിപരമായി വേണം ഓരോ കാര്യങ്ങളും തീരുമാനിക്കുവാനായിട്ട്. ചാടിക്കയറി വെപ്രാളപ്പെട്ടൊരു തീരുമാനം ഒരിക്കലും എടുക്കരുത്. ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളെ വിജയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അഗ്നിയിൽ നിന്ന് ഒരു ഭയം വരുന്നതിന് ഒരു സാധ്യതയുള്ളതിനാൽ അഗ്നിയുമായി ഇടപെടുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിക്കേണ്ടതാണ്. ധനത്തിനും മറ്റു ക്ലേശം വരുന്നില്ല. ഈ സമയത്ത് എല്ലാം ഗുണകരമായി പോകുവാനായിട്ട് സാധിക്കുന്നു. 66 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള മകൻ നക്ഷത്രക്കാർക്ക് ധാരാളം ധനം കൈവശം വന്നു ചേരാവുന്ന ഒരു സമയമാണ്. തൊഴില്, വ്യാപാരം എന്നിവ വളരെ ഗുണകരമായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യം നല്ല രീതിയിൽ തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ അധികാര സ്ഥാനങ്ങളിൽ ഇവർക്ക് ഇരിക്കുന്നതിനൊരു യോഗം കാണുന്നുണ്ട്. പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്നും ഇവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ സംഭാവന നൽകുന്നതിനും ഇവർക്ക് സാധിക്കുന്നു. സാഹിത്യ രംഗങ്ങളിൽ ശോഭിക്കാനും പ്രശസ്തി നേടാനും ഇവർക്ക് യോഗമുണ്ട്. അതുപോലെ രാജകീയ വാഹനങ്ങളിൽ മുദ്രവെച്ച രാജകീയ വാഹനങ്ങളിൽ ഔദ്യോഗിക പദവിയോടുകൂടി സഞ്ചരിക്കുന്നതിനും ഇവർക്ക് ചിലർക്ക് യോഗം കാണുന്നുണ്ട്. പൊതുവെ ഒരു നല്ലൊരു കാലഘട്ടമാണ്. കൊച്ചിലെ അനുഭവിച്ച വളരെയധികം ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ടായി ജീവിതത്തിൽ വളരെ സന്തോഷവും മനസ്സമാധാനവും ഐശ്വര്യവും ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവരെ സംബന്ധിച്ചോളം ഈ കാലഘട്ടത്ത്.
ജീവിതത്തിൽ പല നേട്ടങ്ങളും അവർക്ക് അതുമൂലം ഉണ്ടാകുന്നു. അവരെ ആഗ്രഹം എന്താണോ അവിടേക്ക് അവർക്ക് എത്തിച്ചേരുന്നതിനും ഈ സമയം അവർക്ക് സാധ്യതയുണ്ട്. എന്നിരുന്നാലും കാലഘട്ടങ്ങൾ വളരെ അനുയോജ്യകരമായ ഒരു കാലഘട്ടമായിട്ടാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് സൂര്യനും ബുധനും കേതുവും കൂടി ചിങ്ങരാശിയിൽ ഇവർക്ക് യോഗം ചെയ്ത് നിൽക്കുന്നതിനാലും ഇവർക്ക് ഏറെ ഗുണങ്ങൾ ഈ മകൻ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിനെ ത്രിഗ്രഹ യോഗം എന്നാണ് പറയുന്നത്. കരിയറിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇവർക്ക് വളരെയധികം ഉയർന്ന രീതിയിൽ അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. ചെറിയ തടസ്സങ്ങൾ ആദ്യം ഉണ്ടാകുമെങ്കിൽ തന്നെ അതെല്ലാം മാറി അവർക്ക് വളരെ പുരോഗതിയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങാൻ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇത് വളരെയധികം നല്ല ഒരു കാലഘട്ടമാണ്. വാദം, പിത്തം, കഫം മുതലായവരുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഉണ്ടായ വ്യത്യാസം മൂലം ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും അവർക്കത് നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നതിലേക്ക് വേണ്ടി സാധിക്കുന്നു. മാനസിക സംഘർഷം ഇവർക്ക് ഉണ്ടാകാമുള്ളത് അല്ലെങ്കിൽ മനസ്സിലുള്ളത് കുറഞ്ഞു കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇവർക്ക്. മാനസികത്തെ പിരിമുറുക്കവും ആ ടെൻഷനൊക്കെ കുറയുന്നു. ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ കുറവ് വരുന്നു. അതുപോലെ തന്നെ നാഡീവ്യൂഹവുമായി ബന്ധമുള്ള എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ കുറവ് വരുന്നു. കാരണം ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഭയങ്കരമായ ഉറക്കം അല്ലെങ്കിൽ ഓർമ്മക്കുറവൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് ഇവർക്ക്. സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ പ്രതാപവും ആത്മവിശ്വാസവും ഒക്കെ ഇവർക്ക് വളരെയധികം കൂടുതൽ കിട്ടുന്ന ഒരു മാസം കൂടിയാണ്. എന്നാൽ കേതുവിന്റെ സ്വാധീനം ഈ ഈഗോയെയും മറ്റുള്ള ചിന്തകളെയൊക്കെ ഉൾവലിയിക്കാൻ സാധിക്കുന്നതിനാൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകും എന്നുള്ളതിനാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. അതുപോലെ സൂര്യൻ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ബലവാനായ സമൂഹത്തിൽ അംഗീകാരവും അധികാരവും നേതൃത്വ സ്ഥാനത്തിലേക്കൊക്കെ ഇവരെ നിയോഗിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സൂര്യനും കേതുവും കൂടിച്ചേരുക ലൗകിക സുഖങ്ങളിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നതിനും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ സമയവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും ഒക്കെ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സെപ്റ്റംബർ മാസത്തേക്ക്. ബുധൻ കേതുവിനോട് ചേരുമ്പോൾ വിശകലന ശേഷി കൂടുന്നതിനാൽ ഇവർക്ക് ഈ സമയം ആശയവിനിമയങ്ങളിൽ ഇവർക്ക് ചെറിയ രീതിയിലുള്ള തെറ്റിദ്ധാരണ വരും എന്നുള്ളതിനാൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴോ മെസ്സേജ് അയക്കുമ്പോഴോ ഒക്കെ വളരെ ശ്രദ്ധിച്ചു വേണം. ആർക്കും ആ മെസ്സേജിൽ യാതൊരു കൺഫ്യൂഷൻ വരാത്ത രീതിയിലുള്ള മെസ്സേജുകൾ വേണം അവർ അയക്കാൻ. അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും വളരെ സ്ഫുടമായി തന്നെ സംസാരിക്കേണ്ടതാണ്. അതുപോലെ ഇവർ വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ സംബന്ധിച്ച് കാണുന്നില്ല. ഞാൻ ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കുള്ള പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. വരുന്ന സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.